എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മലയാള സിനിമ കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ ചിത്രമായ എമ്പുരാന്റെ ഒഫീഷ്യൽ ട്രെയിലർ ഇന്ന്, അതായത് മാർച്ച് 20 ഉച്ചയ്ക്ക് 1:08 പുറത്തു വരുമെന്നായിരുന്നു ഇന്നലെ ഒഫീഷ്യലായിട്ട് അപ്ഡേറ്റ് വന്നത്. എന്നാൽ ചില സാങ്കേതിക തകരാറുകൾ മൂലം ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ ഇന്നലെ രാത്രിയോടെ ലീക്കായിരുന്നു. ഗോകുല മൂവീസിന്റെ യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു ആ ഒരു ഒഫീഷ്യൽ ട്രെയിലർ ലീക്കായത്. എനിക്ക് തോന്നുന്നു പ്രീമിയർ ചെയ്ത സമയവും ഡേറ്റും മാറിപ്പോയത് കൊണ്ടായിരിക്കാം ആ ഒരു ഒഫീഷ്യൽ ട്രെയിലർ ലീക്കായതെന്ന് തോന്നുന്നു. ആ സമയത്തിനുള്ളിൽ തന്നെ ആ ഒരു ഒഫീഷ്യൽ ട്രെയിലർ ലീക്കായ സമയത്ത് തന്നെ നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു. പിന്നീട് ഇപ്പോൾ ഇതാ അർദ്ധരാത്രിയോടുകൂടി തന്നെ ആ ഒരു ഒഫീഷ്യൽ ട്രെയിലർ പല ലാംഗ്വേജിൽ പുറത്തു വന്നിരിക്കുകയാണ്. 3 മിനിറ്റും 51 സെക്കൻഡും ദൈർഘ്യമുള്ള ഒഫീഷ്യൽ ട്രെയിലറാണ് പുറത്തു വന്നിരിക്കുന്നത്. വളരെ മികച്ചു നിൽക്കുന്ന പ്രൊഡക്ഷൻ ക്വാളിറ്റി, മികച്ച കാസ്റ്റിംഗ്, വൻപൻ ഫ്രെയിംസ്, അങ്ങനെ മലയാള സിനിമ ഇന്നേ വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ചിത്രം അണിയറയിൽ ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി റിലീസിന്റെ സമയമാണ്. ഇനി വെറും 7 ദിവസങ്ങൾ മാത്രമാണ് മലയാളത്തിലെ ഏറ്റവും ചിലവേറിയ ചിത്രമായ എമ്പുരാന്റെ റിലീസിനുള്ളത്. അതിനിടയിൽ ചിത്രം ഒട്ടനവധി റെക്കോർഡുകളാണ് ബോക്സ് ഓഫീസിൽ തൂക്കിക്കൊണ്ടിരിക്കുന്നത്. മലയാള സിനിമ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രീ സെയിൽ നേടുന്ന ചിത്രം കൂടിയായിട്ട് ഇപ്പോൾ എമ്പുരാൻ മാറിയിരിക്കുകയാണ്. റിലീസ് ചെയ്യാൻ 7 ദിവസങ്ങൾ ഉള്ളപ്പോൾ പോലും ഇപ്പോൾ തന്നെ ചിത്രത്തിന്റെ പ്രീ സെയിൽ കളക്ഷൻ, അതും ചിത്രത്തിന്റെ മെയിൻ തട്ടകമായ കേരള ബോക്സ് ഓഫീസിൽ ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് തുടങ്ങാട്ട് പോലും പ്രീ സെയിൽ കളക്ഷൻ 11,20,00,000 രൂപ കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ചരിത്രമാണ്. മലയാള സിനിമ ഇന്നേ വരെ കൈവരിക്കാത്ത നേട്ടം. ഇനിയും ചിത്രത്തിന്റെ പ്രീ സെയിൽ കളക്ഷൻ കോടികൾ വരുമെന്ന ഉറപ്പ്. അപ്പോൾ ഇന്ന് അർദ്ധരാത്രിയോട് കൂടി പുറത്തു വന്ന എമ്പുരാൻ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലറിനെ കുറിച്ചുള്ള അഭിപ്രായം നമ്മുടെ പ്രേക്ഷകർക്ക് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നമ്മുടെ ചാനലിലൂടെ കൂടുതൽ എമ്പുരാൻ അപ്ഡേറ്റ് വീഡിയോകൾ ഇനി വരുന്നതായിരിക്കും. എല്ലാ പ്രേക്ഷകരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് കാണാം.